ഒരിക്കൽ കാണാപ്പൊന്നും സുവർണ സൗഭാഗ്യങ്ങളും തേടി ഗൾഫിലെത്തിയ ഷാജി അവിടെ നിന്നും മടങ്ങിയെത്തിയ ശേഷം ആനകളിലേക്കും ആനക്കച്ചവടത്തിലേക്കും തിരിഞ്ഞത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു. ഇന്നിപ്പോൾ മലയാള നാട്ടിൽ കാണുന്ന പ്രശസ്തരായ ഉത്തരേന്ത്യൻ ആനകളിൽ നല്ലൊരു ശതമാനവും കേരളത്തിലേക്ക് വണ്ടി കയറിയതിൻ്റെ പിന്നിലെ കാരണക്കാരനും ഷാജി തന്നെയായിരുന്നു. ഉയരത്തിലായാലും ലക്ഷണങ്ങൾ കൊണ്ടായാലും മലയാളികളെ കയ്യിലെടുക്കാൻ പോകുന്ന ഒരു ആനച്ചന്തം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും എത്ര വട്ടം പുറകെ നടന്നിട്ടായാലും ശരി അതിനെ സ്വന്തമാക്കി വാളയാർ ചുരം കടത്തി ഇപ്പുറത്തെത്തിച്ചാലേ ഷാജിക്ക് ഒരു സമാധാനമുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലേക്കുള്ള ആന ഇറക്കുമതിക്കുമേൽ ഏതാനും വർഷം മുമ്പ് സർക്കാരിൻ്റെ കർശന നിയന്ത്രണങ്ങൾ മുറുകും വരെ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഷാജിയുടെ ആനവണ്ടികൾ കേരളത്തിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നു. ഷാജിക്കായി ചേലും ചൊടിയുമുള്ള ആനസുന്ദരന്മാരെയും സുന്ദരികളെയും ഒക്കെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നൊക്കെ യുപിയിലെയും ബീഹാറിലെയും ഗ്രാമാന്തരങ്ങൾ അരിച്ചു പെറുക്കിയിരുന്ന ബ്രോക്കറായിരുന്നു നത്തു മിയാൻ. അങ്ങനെ ഒരിക്കൽ ആനവേട്ടയ്ക്കായി എത്തിയ ഷാജിയോട് നത്തു മിയാൻ ഒരു കാര്യം പറഞ്ഞു. ഒരാനയെ കാണിച്ചു തരാം, പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കിട്ടിയാൽ നമ്മുടെ ശുക്രനെന്ന് മാത്രം വിചാരിച്ചാൽ മതി. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. കാശു കൊടുത്താലും കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ പിന്നെ വെറുതെ കാണാൻ മാത്രമായി സമയം മെനക്കെടുത്തുന്നതിനോട് സത്യത്തിൽ ഷാജിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. എങ്കിലും നത്തുമിയാൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രം ഇറങ്ങിത്തിരിച്ചു. ചെന്നപ്പോഴല്ലേ വന്നു പെട്ടിരിക്കുന്ന പുകിലും പുകയും അറിയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജനത്തിരക്കേറിയതും അപകടങ്ങൾ തുടർക്കഥയാക്കിയതുമായ സാക്ഷാൽ കുംഭമേളയിലേക്കായിരുന്നു നത്തുമിയാൻ ഷാജിയെ കൂട്ടിയത്. മണ്ണ് നുള്ളിയിട്ടാൽ നിലത്ത് വീഴാത്ത വിധം ജനം, രാജ്യം മുഴുവനും നിന്നുള്ള സന്യാസികളും ഭക്തജനങ്ങളുമെല്ലാം ഭക്തി ലഹരിയിൽ സ്വയം മറന്ന് ഒഴുകി ഒലിച്ചു നീങ്ങുന്ന കുംഭമേള. ആ ജനക്കൂട്ടത്തിന് നടുവിൽ ഏതാനും കുറച്ച് ആനകൾ, അവരിൽ ഏറ്റവും മുന്നിലായി തുമ്പിക്കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു കരിമാടിക്കുട്ടനും നിൽക്കുന്നു. തിക്കും തിരക്കും കാരണം ആനയുടെ അടുത്തേക്കെങ്ങും എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ടും ദൂരെ നിന്ന് തന്നെ ഷാജി ഒന്ന് ശ്രദ്ധിച്ചു. ആരെയും കൊതിപ്പിക്കുന്ന അവൻ്റെ കൊമ്പുകൾ അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. എപ്പോഴെങ്കിലും നമ്മളോട് അവനൊരു ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മളെ അറിയിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരേ നമ്മളെ ആകാരത്തിന്റെ നിന്ന് ഒരേ ഉദാഹരണത്തിന് നമ്മുടെ ഷൂട്ടിംഗ് ഇത്ര സന്ധ്യയായി, ഇത്ര നേരം നമ്മൾ ഇവനെ കൊണ്ട് നടക്കുന്നു, അവന് പോണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് അതിന്റെ അറിയാം. ആനയുടെ സ്വഭാവം കാണുമ്പോൾ അറിയാം. എന്തൊക്കെയായിരിക്കും ആന ഒരു വേറെ ഒരു രീതിയിലാണ് നമ്മളെ കാണുന്നത്. നോക്കുന്നതൊക്കെ പ്രത്യേകതയായിരിക്കും. അതുവരെ നടക്കുന്ന പോലെ അല്ല. അതിന് മടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ദേഷ്യം തുടങ്ങി കഴിഞ്ഞാൽ ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മളടുത്ത് കാണിക്കും. ഒന്ന് മതിയായി, എനിക്ക് ഇഷ്ടപ്പെടാന്നില്ല എന്ന് അറിയിച്ചു തുടങ്ങും. ഇപ്പൊ അങ്ങനെ കാണിച്ചു തുടങ്ങിയിരുന്നോ? ഇല്ല. ഇപ്പൊ നീ ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ തുടങ്ങും. സമയം കഴിഞ്ഞു തുടങ്ങി. ഇന്നത്തെ കാര്യം കഴിഞ്ഞു. ഉത്സവങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒരുപാട് നേരം നിന്ന് മുഷിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒന്ന് പേടിപ്പിക്കലാണോ അതിന്റെ മടി നമ്മളെ അറിയിക്കുന്നതായിരിക്കും? നമ്മളെ പേടിപ്പിക്കും. അന്നേരം നിന്ന് നടന്ന ക്ഷീണമല്ലേ, കൊണ്ട് എവിടെയെങ്കിലും തിളച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നുറങ്ങും. അത് ക്ഷീണം അങ്ങ് മാറി. പിന്നെ നേരം കിടന്നുറങ്ങുന്നത് അത് 2-3 മണിക്കൂർ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് എഴുന്നേൽക്കും. പിന്നെ എന്ത് ഈ ആഹാരങ്ങൾ കഴിച്ചോണ്ടിരിക്കും. രാത്രിയിലൊക്കെ അങ്ങനെ തന്നെ. എത്ര മണിയാക്കി കിടന്ന് എത്ര മണിക്ക് എഴുന്നേൽക്കും സാധാരണ? അത് അങ്ങനെ നോക്കിയിട്ട് കണക്കില്ല. ചിലപ്പം നേരത്തെ 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് എണ്ണിച്ച് ഓലയെന്നും പിന്നെ കിടന്നുറങ്ങും. പിന്നെ അരമണിക്കൂർ കിടക്കും. അത് അങ്ങനെയൊക്കെയാ. തുടർച്ചയായിട്ടൊരു ഒരുപാട് മണിക്കൂർ കിടന്നൊന്നും ഉറങ്ങില്ല. ഇല്ല. അങ്ങനെയൊക്കെയാണ് പൊതുവെ പ്രത്യേകത. എപ്പോഴെങ്കിലും അർജുനെ പേടിച്ചിട്ടുണ്ട്? ഇല്ല. ഇന്നുവരെ പേടിച്ചിട്ടില്ല. ചെറുതായിട്ട് പോലും? ഇല്ല.